വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതൽ വചനം വായിക്കുക. ഞാൻ ജനതകൾക്ക്, ഞാൻ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്, യാക്കോബിൻ്റെ സന്തതികളെക്കുറിച്ച്, പ്രവാസത്തിൽ കഴിയുന്ന മുഴുവൻ ആളുകളും കൂടെ അവരെക്കുറിച്ച് പറയാം. ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി, ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടുന്നു. അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചു. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നുപോയി. ഇതൊരു വചനമാണ്. ഞാൻ സന്തോഷമെന്തെന്ന് മറന്നുപോയി. അപ്പം അതിന് മുമ്പ് ഒരു വചനമുണ്ട്, അതുകൊണ്ട് ചേർത്ത് വായിക്കുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം 3 മുഴുവൻ വായിക്കേണ്ടത്. അവിടുത്തെ ക്രോധത്തിൻ്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പ്രകാശത്തിലേക്കല്ല ഇരുട്ടിലേക്കാണ് അവിടുന്ന് തന്നെ തള്ളിയിട്ടത്. അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എൻ്റെ മേലാണ്. എൻ്റെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടുന്ന് ഇടയാക്കി. എൻ്റെ അസ്ഥികളെ അവിടുന്ന് തകർത്തു. അവിടുന്ന് എന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പൊതിയുകയും ചെയ്തു. പണ്ടേ മരിച്ചവനെ എന്ന പോലെ എന്നെ അവിടുന്ന് അന്ധകാരത്തിൽ പാർപ്പിച്ചു. രക്ഷപ്പെടാതിരിക്കാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതിൽ കെട്ടി ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. ഇസ്രായേൽ ജനം ബാബുലോൺ അടിമത്തത്തിൽ കടന്നു പറയുക, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. ഇതേ അനുഭവം ഈശോയുടെ പീഡാസഹനത്തിൻ്റെ, അതാണ് ഓരോ ക്രിസ്ത്യാനിയും, ഓരോ ഈശോയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഈശോ നടന്ന് അതേ വഴി നടക്കേണ്ടിയിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 2:5-6 വചനം പറയും. അവനിൽ വിശ്വസിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. രക്ഷപ്പെടാതിരിക്കാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതിൽ കെട്ടി ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടുന്ന് എൻ്റെ വഴി അടച്ചു. എൻ്റെ പാതകളെ അവിടുന്ന് വളഞ്ഞതാക്കി. അവിടുന്ന് എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും ഒളിച്ചിരിക്കുന്ന സിംഹത്തെപ്പോലെയും അവിടുന്ന് എന്നെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി ചീന്തിക്കീറി ഏകനായി ഉപേക്ഷിച്ചു. അവിടുന്ന് വില്ലുകുലച്ച് എന്നെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി. അവിടുന്ന് ആവനാഴിയിലെ അമ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് അയച്ചു. ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി, ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടും. അതാണ് ഏറ്റവും കൂടുതൽ പരിഹാസമാണ്. ഈ സമയത്ത് ചിലപ്പോൾ ആൾ ദൈവത്തെ പോലും പരിഹസിക്കും, വിശ്വാസത്തെ പോലും. നിരീശ്വരവാദികളും ചുറ്റുമുള്ളവരൊക്കെ കത്തോലിക്ക സഭയും വിശ്വാസത്തെയൊക്കെ പരിഹസിക്കുന്ന സമയം. ഇതെല്ലാം ഒരു തലമാണ്. നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, അതൊക്കെ യാഥാർത്ഥ്യത്തെ. ഇവിടെ വീണ്ടും വചനം, അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു. കയ്പ്. അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചു. കല്ല് ചവച്ച് പല്ലുപൊടിയാക്കണം. ഭക്ഷണമില്ല, ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യം. കല്ല് ചവച്ച് പല്ലുപൊടിയാനും ചാരം തിന്നാനും ചാരം തിന്നാൻ ഇടവരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല. പറയുകയാണ്, എൻ്റെ ആത്മാവ്. അതാണ് ഇന്ന് മനുഷ്യൻ്റെ മനസ്സെല്ലാം സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്തിന് ദൈവം ഇതേ അവസ്ഥ? ചിലപ്പോൾ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പറയുന്ന പോലെ ഞാനും നിങ്ങളൊക്കെ പറയുന്നുണ്ടാകും, ഏലേലമാശഭക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു നിമിഷം എൻ്റെ പ്രത്യാശ പോകുന്ന പോലെ, വിശ്വാസം പോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. പറയാണ്, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, ചില കുടുംബജീവിതങ്ങൾ, അപ്പനിൽ നിന്ന് കിട്ടിയ പീഡനങ്ങൾ, അമ്മയിൽ നിന്ന് കിട്ടിയ തിരസ്കരണങ്ങൾ, ഭാര്യയിൽ നിന്ന് കിട്ടിയ തിരസ്കരണങ്ങൾ, ഭർത്താവിൽ നിന്ന് കിട്ടിയ തിരസ്കരണങ്ങൾ, മക്കളിൽ നിന്ന് കിട്ടിയ തിരസ്കരണങ്ങൾ, ചിലപ്പോൾ അധികാരികളിൽ നിന്ന് കിട്ടിയ, ജോലി സ്ഥലത്തു നിന്ന്, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടലുകൾ. അതാണ് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ. വീടിന് വേണ്ടി അധ്വാനിച്ചത്, ശുശ്രൂഷ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചത്, കൂടെയുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചത്, അവർക്ക് വേണ്ടിയെല്ലാം കഷ്ടപ്പെട്ടത്, ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്താ കിട്ടുന്നത്? അപ്പോൾ പറയാണ്, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ഓർമ്മ വെച്ച് പല കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിന് വിഷമം, അസ്വസ്ഥതയാണ്, മരിച്ചു പോകുന്ന പോലത്തെ വേദനയാണ്. വചനം പറയുകയാണ്,
അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനസ്സ് പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോവുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. ഇതിൻ്റെയൊക്കെ നടുവിൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി. വേറെ ഓഹരിയൊന്നുമില്ല. മാതാപിതാക്കളുടെ വീതമോ ഓഹരികളൊന്നും കിട്ടിയിട്ടില്ല. ഇവന് സ്വത്തൊന്നുമില്ല, പണമില്ല, ജോലിയില്ല, മക്കളില്ല, ജീവിത പങ്കാളിയില്ല, കുടുംബമില്ല, ഒന്നുമില്ല. സത്യത്തിലൊന്നുമില്ല. അവൻ പറയാണ്, ഒന്നുമില്ലാത്തവനായ ബാബുലോൻ അടിമത്തത്തിൽ കഴിയുന്നവൻ പറയുകയാണ്, കർത്താവാണ് എൻ്റെ ഓഹരി. എനിക്കിനി ഓഹരി എന്ന് പറയാൻ, സ്വന്തമെന്ന് പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ. ചില പറയില്ല, എനിക്കിനി ആരാ ഉള്ളെന്ന്. ദൈവമല്ലാതെ വേറെ ആരുമില്ല, ദൈവം മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ എന്ന് പറയുന്നു. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശയെന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അവിടെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്ന ഉത്തമം. അവിടെ പറയുകയാണ്, ഈ ബാബുലോൺ അടിമത്തത്തിൻ്റെ വേദനയിലും ദുഃഖത്തിലും തകർച്ചയിലും കണ്ണുനീരിലും ദുഃഖത്തിലും കേട് പറയാം, കാത്തിരിക്കണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. അവിടുത്തെ ശാന്തമായി കാത്തിരിക്കാൻ പറയാം. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്ന ഉത്തമം. യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യൻ നല്ലതാണ്. സഹനത്തെ അവൻ പറയാണ്. ചെറുപ്പക്കാരനായിരിക്കും ഒരുപക്ഷെ ഇത് എഴുതിയത്. പറയാണ്, യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അവൻ്റെ മേൽ ഈ ഭാരമെടുത്ത് വെക്കുമ്പോൾ, അടിമത്വത്തിൻ്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഒരുപക്ഷെ ആ നാളുകളിൽ ബാബിലോൺ നിവാസികൾ, ബാബിലോണിൻ്റെ അധികാരികൾ, ആളുകൾ ഇസ്രായേൽക്കാരെയും കൊണ്ട് പണിയെടുപ്പിക്കും കൃഷിയിടങ്ങളിൽ. ചിലപ്പോൾ ഇവർ ഈ കന്നാലിയെ പോലെ കാളകളുണ്ടല്ലോ, ഈ അങ്ങനെയുള്ള പാടത്ത് ജോലി ചെയ്യുന്ന കാളകളെപ്പോലെ ഇസ്രായേൽക്കാർ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അപ്പോൾ അത് ദൈവമാണ് വെക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാണുന്നതോ ഇതിലും ദൈവത്തിൻ്റെ സ്നേഹം സൂക്ഷിക്കുന്ന വിലാപങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ഒരു വലിയ സഹനം പറഞ്ഞറിയുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കോവിഡ് ദുരന്തത്തിനേക്കാളും 100 മടങ്ങ് ഭീകരതയുള്ള തകർച്ചകളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും നേരെ മുഖാഭിമുഖം കാണുന്നിട്ടും അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല. ഇതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞങ്ങളെ വിശുദ്ധീകരിക്കാനും നിത്യതയുടെ പർദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടത് ഉയർന്നു ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു പുണ്യപ്പെട്ട മനുഷ്യനാണ് ഈ വിലാപഗ്രന്ഥം എഴുതിയത്. ആണ് വചനം പറയുന്നത്, കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കും ഉത്തമം. യൗവനത്തിൽ മുഖം വഹിക്കുന്ന മനുഷ്യൻ നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ വേഗനായി മൗനമായിരിക്കട്ടെ. അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. ചിലപ്പോൾ ചില സമയത്ത് ഇതിൽ നിന്ന് വീണ് നിലത്ത് കിടക്കേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഇതേ വഴി നമുക്ക് ഈ വിലാപഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ ചില വഴികളാണ് ഇവിടെയും അതേപടി ഈ ജീവിതത്തിൽ ഈ ആളുടെ ഇതെഴുതുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ അധ്യായങ്ങളായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റുമേ. അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ, ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവന് കവിൾത്തടം തല്ലേറ്റുവാങ്ങട്ടെ. നമുക്കറിയാം ഈശോയെ തല്ലുന്നുണ്ട്, അവൻ്റെ മുഖത്ത് തല്ലി. അവന് കവിൾത്തടം തല്ലേറ്റുവാങ്ങട്ടെ. നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ.
ആരുടെയൊക്കെയോ പാപത്തിൻ്റെ പരിഹാര ബലിയാണ് നടത്തുന്നതെന്ന് അവർ കരുതുകയും അവരുടെ ബാബിലോൺ പ്രവാസം, വേദന, ദുഃഖം മുഴുവനും ഒരു ജനതയുടെ മുഴുവൻ അല്ല ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നതായിട്ടും, അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ മാത്രമേ ഇത്ര ഉന്നതമായ വിധത്തിൽ ധ്യാനിക്കാനും ദൈവത്തിന് സ്തോത്രം പറയാനും. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ഇതേ അവസ്ഥയിലൂടെ നിങ്ങളും കടന്നു പോകുന്നുണ്ടാകാം. നമ്മൾ ഓരോരുത്തരും കടന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, മറ്റാരോടും പറയാനാവാത്ത വ്യക്തിപരമായ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ ഒറ്റപ്പെടൽ, നാളെ എന്തായിരിക്കും എനിക്കുണ്ടാകാൻ പോകുന്നത്, നാളത്തെ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ജോലി, എൻ്റെ ജീവിതം, എൻ്റെ നാട്ടിൽ തിരിച്ചെല്ലാൻ അപ്പനമ്മയും കാണുമോ, എന്തൊക്കെ ഇതിന് നടുവിൽ നിൽക്കുന്ന ഇത്രമാത്രം സഹനം എന്തിന് ദൈവം അനുവദിക്കുന്നു ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലും ദൈവത്തിന് രക്ഷാകരമായ പദ്ധതി ഉണ്ടെന്ന് ബൈബിൾ പറയുക. അവൻ്റെ കവിൾത്തടം തല്ലേറ്റുവാങ്ങട്ടെ, നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. തിരുവചനത്തിലെ തിരുവചനം കർത്താവ് എന്നേക്കുമായി ആരും ഉപേക്ഷിക്കില്ല. ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും അടികളും സഹനങ്ങളും പ്രവാസങ്ങളും എക്സൈലുകളൊക്കെ നടക്കുമ്പോൾ അവരുടെ മനസ്സ് പറയുന്നത് മുഴുവൻ ഇതാണ്: ദൈവം ഞങ്ങളെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടിയാണ് ദൈവം ഞങ്ങൾക്ക് ഈ സഹനം തരുന്നത്. ആണ് ഈ അവസരങ്ങളൊക്കെയാണ് പ്രവാചകന്മാർ, യെശയ്യാ പ്രവാചകന്, ജെറമ്യാ പ്രവാചകനൊക്കെ പോയി ഒക്കെ ഇവരോട് വചനം കൊടുക്കും പറയുന്നൊരു വാക്കുണ്ട്. അതായത് കർത്താവിൻ്റെ സ്നേഹം അചഞ്ചലമാണ്. അതാണ് യെശയ്യാ 54:10 പറയേ, ആകാശങ്ങൾ മാറിയേക്കാം, അല്ലെങ്കിൽ മലകളാകുന്നേക്കാം, കുന്നുകൾ അകറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണെന്ന് ദൈവം പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പറയും, സഹനത്തെക്കുറിച്ച് പറയും, യെശയ്യാ 48:10 പറയും, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, സ്വർണ്ണമഗ്നിയിലൂടെ എന്നല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. അത് എനിക്ക് വേണ്ടി മാത്രമാണ്. ദൈവം പറയും, പ്രവാസത്തിലേക്ക് ഞാൻ വിട്ടത് നിങ്ങളെ ശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി സഹനത്തിൻ്റെ വഴിയോട്. അതാണ് യെശയ്യാ 43:1 മുതൽ, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുക, ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത് കർത്താവ് അരുളിച്ചത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കും, നീ എൻ്റേതാണ്. കണ്ടോ, അവിടെ സഹനത്തിൻ്റെ പ്രവാസത്തിലും നീ എൻ്റേതാണ്. അതെ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രവാസത്തിൽ അല്ലെങ്കിൽ തകർച്ചയിൽ അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങൾ കഴിയുന്ന ഏത് പ്രശ്നത്തിലും ബാബിലോൺ പ്രവാസം, ഇപ്പോഴൊക്കെ നമ്മളൊക്കെ ഒരു ഓരോ സഹനത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്നത്, അതിൻ്റെ നടുവിൽ ദൈവം നീ എൻ്റേതാ. അതാണ് ഈശോ നമുക്ക് തരേറ്റു, നീ എൻ്റേതാണ്. അപ്പം ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ, ഞാൻ ഈശോയുടേത്, വേറെ ആടേതുമല്ല, ഞാൻ ഈശോയുടേതാണ് എന്നുള്ള തികഞ്ഞ ബോധ്യം ഹൃദയത്തിൽ നിറയ്ക്കണം. വേറെ ഒന്നും നോക്കണ്ട, ഈശോയുടേത്. അതുകൊണ്ട് ഈ സഹനത്തിലും ഈ ഈ രോഗമാകുന്ന തകർച്ചകളുടെ, പ്രശ്നങ്ങളുടെ, ദുരിതങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ലോകം മുഴുവനുള്ള നേഴ്സസ്മാർ ഒരുപാട് പ്രതിസന്ധികളുടെയും ഭയത്തിൻ്റെയും, ശരിക്കും എന്തൊരു ഭയം പിടിച്ച സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നത്, എന്തൊരു പേടിക്കണം, കൂടെയുള്ളവരെ പേടിക്കണം, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ശരിയാണ്, എവിടുന്നാണ് രോഗം വരുന്നത് പറയാൻ പറ്റില്ല, ഏത് സാഹചര്യത്തിൽ സ്വന്തം കൂടെയുള്ളവരെ പോലും കുടുംബത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റും. ആരിലൂടെ വേണമെങ്കിലും അപകടം വരാം. ഈ സമയം നിൽക്കുമ്പോൾ ഈ സമയത്തും ദൈവം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ള വാക്ക്. ഇസ്രായേൽ ജനത്തെ, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും കർത്താവ് അരുളിച്ചത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. അപ്പോൾ ആ ഒരു ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം. അതാണ് ഈ സമയത്ത് ഈ വചനം കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറയേണ്ടതാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. മരണം വന്നാലും അപകടം വന്നാൽ പൗലോസ് പറയും, കർത്താവിൻ്റെ സ്നേഹത്തിനാരും നമ്മെ വേർപ്പെടുത്തും. ക്ലേശമോ ദുഃഖമോ ദുരിതമോ ആപത്തോ മരണമോ വാളോ എന്തും വന്നാൽ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല എന്ന് പറയാം. അതാണ് പരിശുദ്ധ അഭിഷേകം വരുമ്പോൾ ഏത് സാഹചര്യത്തിലും ഈശോയിൽ നിന്നുള്ള സ്നേഹത്തിൽ ഈശോയിൽ നിന്ന് വേർപെടാൻ നിൽക്കുന്നു, ഈശോയോട് കൂടുതൽ അടുക്കുന്നു. ഓരോ സഹനം കഴിയുമ്പോൾ, ഓരോ ഒറ്റപ്പെടൽ കഴിയുമ്പോൾ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. വീണ്ടും വചനം പറയുക, ഞങ്ങൾ പാപം ചെയ്തു, ധിക്കാരം കാണിച്ചു, അവിടുന്ന് മാപ്പ് നൽകിയില്ല, അവിടുന്ന് കോപം പൂണ്ട് ഞങ്ങളെ പിന്തുടർന്നു, ഞങ്ങളെ നിഷ്കരണം വധിച്ചു. ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവൃതനായി.
ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കും. ഇസ്രായേൽ ജനം പറയുക, ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കും. അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതായത് സഹനമാണ് മുഴുവൻ. ഈശോയുടെ കുരിശു മരണത്തിൻ്റെ ആ അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വായ് പിളർന്നു. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വായ് പിളർന്നു. സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു. വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു. എൻ്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു. പറയാണ്, നീർച്ചാല ഒഴുകുകയാണ്. അതാണ് ദൈവത്തെ അറിഞ്ഞവൻ സ്വന്തം ജനത്തിനുണ്ടായ തകർച്ചകൾ കണ്ടിട്ട് കരയുക. ഇതുപോലെ ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിന്, സ്വന്തം ജീവിത മക്കൾക്കുണ്ടായ തകർച്ച കരയുക. അപ്പം അതും കൃപയുടെ ആ കണ്ണുനീര് പോലും സുവിശേഷവുമായിട്ട് ബന്ധമുണ്ട്. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നതുവരെ അത് നിലയ്ക്കില്ല. അതാണ് പറഞ്ഞത്. അതായത് പ്രവാസം അവസാനിച്ച് തിരിച്ച് ഞങ്ങൾ ജെറുസലേമിലേക്ക് വന്ന്, ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന നാളുകൾ വരെയും ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവർ ദൈവത്തെ അറിഞ്ഞൊരു ജനതയുടെ അനുഭവം. ദൈവത്തെ അറിഞ്ഞവരെപ്പോഴും സഹനങ്ങളും വേദനകളും വരുമ്പോൾ ദൈവത്തിനെതിരെ തിരിയില്ല, ഭയന്നു പോകില്ല. അവിടെ ദൈവഹിതമുണ്ട്, ദൈവ പദ്ധതിയുണ്ട്. എന്തോ വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സംഭവിക്കുന്ന ഈ കൊറോണ കാലം, അല്ലെങ്കിൽ ഒരു വലിയ അപകടം, പാൻഡമിക്കിൻ്റെ കാലഘട്ടം. ഇത് മുഴുവൻ ദൈവത്തിന് എന്തോ വലിയൊരു പ്ലാനും പദ്ധതിയും എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചും എല്ലാം ഉണ്ട്. ദൈവത്തിന് ലോകത്തെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. അതിൻ്റെ മുകളിൽ ആരുടെയും പ്ലാന് വരത്തില്ല. ആ പ്ലാൻ എന്നുള്ളത് സമയമെടുക്കും അറിയണമെങ്കിൽ. എപ്പോഴും നമ്മൾ കാത്തിരുന്നാൽ ദൈവഹിതം, ദൈവ പദ്ധതി അറിയാൻ പറ്റും. അതുകൊണ്ട് പറയാണ്, എൻ്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നതുവരെ അത് നിലയ്ക്കുകയില്ല. എൻ്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എൻ്റെ കണ്ണുകളെ ദുഃഖപൂർണ്ണമാക്കുന്നു. അകാരണമായി എൻ്റെ ശത്രുവായവർ എന്നെ പക്ഷി എന്ന പോലെ വേട്ടയാടി. അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി. അവർ എൻ്റെ മേൽ കല്ലുരുട്ടി വെച്ചു. വെള്ളം എന്നെ മൂടി, ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന് എൻ്റെ യാചന അവിടുന്ന് കേട്ടു. പറയാണ്, ആ കുഴിയിലിട്ടു, കല്ലെടുത്ത് മൂടി. ശരിക്കും ഇതൊക്കെ ഈശോയുടെ കുരിശുമരണമായിട്ടൊക്കെ ബന്ധമുണ്ട്. കുഴിയിലിട്ടു, കല്ല് വെച്ച് മൂടി. അപ്പോൾ അതിനടിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കർത്താവേ എന്ന് വിളിച്ചു. അതെ, ഇപ്പോൾ സഹനത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ നിന്നുണ്ട് എൻ്റെ കർത്താവേ എന്ന് വിളിക്കണം. കർത്താവ് വരും. അതുകൊണ്ട് ഇവിടെ ദൈവസ്നേഹം കൈവിട്ടിട്ടില്ല. ഭയപ്പെടരുതെന്നുള്ള ഈശോയുടെ വചനം സ്വീകരിക്കണം. ഈശോ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. കർത്താവ് കാത്തുകൊള്ളും. ഇസ്രായേൽ ജനത്തെ ദൈവം എന്തെല്ലാം അപകടങ്ങളിൽ കരകയറ്റി. ആ ദൈവം അതൊരു പദ്ധതി. അപകടങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അനുഗ്രഹങ്ങളും നമ്മൾ നോക്കുമ്പോൾ വേദനയില്ലാത്ത കാര്യങ്ങൾ മാത്രമല്ല ദൈവകൃപ. വേദനകളും കൃപയാണ്. എല്ലാം കൃപയായിട്ട് മാറ്റും ദൈവം. ആ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണ സമർപ്പണം. ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെയും പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ ചേർത്ത് വെക്കാൻ നമുക്കിടയാകട്ടെ. ഈ തുറന്നുള്ള സമയത്ത് അതിശക്തമായ ഈ ആരാധനയിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് മേടിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും ദൈവകൃപ ധാരാളമായിട്ട് ഒഴുകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുമ്പിലേക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കണ്ണുനീരുകളെയും തകർച്ചകളെയും കാഴ്ചവെക്കുന്ന കർത്താവേ, ആരോരും ഇല്ലാത്ത മക്കളെ പ്രത്യേകം തരുന്ന ഈശോയെ, വേദനയിൽ കഴിയുന്ന ഓരോ മാതാപിതാക്കളെ തരുന്ന ഈശോയെ, പാപ പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികളെയും വീടുകളെയും കുടുംബങ്ങളെയും ഈശോയെ നിന്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് നിരാശയിൽ കഴിയുന്ന മക്കളെ തരുന്ന ഈശോയെ, ഈശോയെ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ ഇവയുടെ അടിമത്തത്തിലും ബന്ധനത്തിലും കഴിയുന്ന മക്കളെ ഈശോയെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരുന്നു. ഈശോയെ,
തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾ, വിവാഹമോചനം നടന്നിട്ടുള്ള കുടുംബങ്ങൾ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾ, ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങളാൽ തകർന്നിരിക്കുന്ന മക്കളെല്ലാം ഈശോയെ നിനക്ക് തിരുനിശ്ചയ. കണ്ണുനീരൊഴുക്കുന്ന ഓരോ വ്യക്തിയെ ഈശോയെ നിനക്ക് തിരുനിശ്ചയ. എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന അമ്മമാരെ, അപ്പന്മാരെ എല്ലാം ഈശോ നിനക്ക് തിരുനിശ്ചയ. യുവതികളെ, യുവാക്കളെ തിരുനിശ്ചയ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ തടസ്സപ്പെട്ട് കഴിയുന്ന മക്കളെ മുഴുവൻ സമർപ്പിക്കുന്നു ഈശോയെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾ, ഈശോയെ, മക്കൾ വേദനിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് തടസ്സപ്പെട്ട് കഴിയുന്ന മക്കളെല്ലാം ദിവികാരണത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ, വിശ്വാസത്തിൽ കുറവുള്ള മക്കളെ മുഴുവൻ ഈശോയെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈശോയെ. പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ലാതെ വർഷങ്ങളായിട്ട് കഴിയുന്ന മക്കളെ തിരുനിശ്ചയെ. ഈശോയെ, സഭാവിരുദ്ധരായ മക്കൾ, ദൈവവചനത്തിനും തിരുസഭയ്ക്കും എതിരെ നീങ്ങുന്ന മക്കൾ ആരെല്ലാം ഈ ഭൂമിയത്തുണ്ടോ, വൈദികർ, സന്യസ്തർ, ദൈവമക്കളെല്ലാം ഈശോയെ നിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നു, കാഴ്ചവെക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയോട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ എക്സാംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ തിരുന്ന് പ്രാർത്ഥിച്ചു. കോവിഡ് രോഗികളെ എല്ലാം ഈശോയെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. കോവിഡ് മൂലം തകർന്ന ദേശങ്ങൾ ഭയന്നിരിക്കുന്നവർ സമർപ്പിക്കുന്നു. കോവിഡ് മൂലം പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ തീരാ ദുഃഖത്തിൽ കഴിയുന്ന മക്കളുടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.